സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മുടെ അഗ്നിപരീക്ഷ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വെയിറ്റ് ചെയ്ത് പ്രേക്ഷകരൊക്കെ ഇരിക്കുകയാണ്. ഓൾറെഡി തമിഴ് ബിഗ് ബോസിൽ കോമൺ മാൻ എൻട്രിയുടെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്ന കാര്യം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ബിഗ് ബോസിൽ മലയാളം ബിഗ് ബോസിൽ ഉടനെ അതെത്തും. നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇനി അങ്ങോട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുടെ ഒരു ബഹളമായിരിക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പല മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പല ആൾക്കാരെ ആയിരിക്കും ബിഗ് ബോസ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എല്ലാ തവണത്തെയും പോലെ തന്നെ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുകൾ മാത്രമാണ്. അതിൽ കോൾ ചെയ്തവരുണ്ടാകാം, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അവരെ തെരഞ്ഞെടുത്തവരുണ്ടാകാം, അതുപോലെ തന്നെ ഇനി പോകാൻ താല്പര്യമുള്ളവര്, പോകാൻ താല്പര്യം കാണിക്കുന്നവര്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാർ, നമുക്ക് എങ്ങനെയൊക്കെ വിവരങ്ങൾ കിട്ടുന്നു അതിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ ലിസ്റ്റുകളാണ് പറയാൻ പോകുന്നത്. സോ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിനെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് മാത്രം കാണുക. ഒരിക്കലും കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൽ നിന്ന് ഉള്ളവരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മളൊരു 10-11 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെയൊക്കെ നമുക്കൊരു കുറച്ചും കൂടെയൊക്കെ ഒരു വിവരം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ വളച്ചു നീട്ടാതെ തന്നെ തുടങ്ങാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ വേറെ ആരുമല്ല, നമ്മുടെ PR ചെയ്ത് നല്ലൊരു റീച്ച് കിട്ടിയ നമ്മുടെ വിനു വിജയ്, നമ്മുടെ കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള അനുമോളുടെ PR ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും അതുപോലെ ചെറിയ ഫിലിം പ്രൊഡക്ഷനോ ഡയറക്ഷനോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആളെ ഈ ഒരു സീസണിലേക്ക് ഉണ്ടാകുമെന്നുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. സോ എക്സ്പെക്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ റീച്ചിലും അതുപോലെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടും നമ്മുടെ PR വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ റീച്ചിലേക്കും ഭയങ്കര സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി ചർച്ചകളിലൊക്കെ വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിനു വിജയ് ഈ ഒരു സീസൺ 8 വരുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്നത്, ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളൊക്കെ കയറി ഇടപെട്ട് വഴിയെ പോകുന്ന വള്ളിയൊക്കെ ഏണി വെച്ച് കയറി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ഹൈപ്പിൽ നിർത്തി സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇങ്ങനെ ലൈവ് ലൈറ്റിൽ നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജാസിയാണ്. ജാസിനെ കഴിഞ്ഞ ഒരു സീസണും തൊട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകളെ പറ്റി, പക്ഷേ എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു സീസണിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര വൻ ഹൈപ്പിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളിലും ഏർപ്പെട്ട് എങ്ങനെയും ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തും കാണിക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജാസി. അതുകൊണ്ട് ജാസിയുടെ പേര് പറയുകയാണ്. സാധ്യതകൾ നല്ലൊരു ശതമാനമുണ്ട് ഈ ഒരു സീസണിലേക്ക്. അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടൊരു കണ്ടസ്റ്റന്റ് കൂടിയാകുമ്പോൾ ജാസിക്ക് കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. സോ അടുത്തത് എന്ന് പറയുന്നത്, ജാസിയുടെ പേര് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നടത്തുന്ന 2 പേരാണ്. വേറെ ആരുമല്ല, ഹെലനോസ് പാട്ട അല്ലെന്നുണ്ടെങ്കിൽ ധന്യ. അപ്പം ഈ ഒരാളുടെ സാധ്യതകൾ വളരെ കുറവാണ് ബിഗ് ബോസിലേക്ക്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു മേഖലയല്ല എന്ന്. ബട്ട് നമ്മൾ ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പേര് ഉൾപ്പെടുത്തുകയാണ്. ഇനി വന്നാലോ, സോ ഇവർ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ പറയുക. സോ നമ്മുടെ ധന്യ ഹെലനോസ് പാട്ടയ്ക്കും ചാൻസ് നമ്മൾ കൊടുക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്തത് ഒരു യങ് ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സിംഗർ, അതുപോലെ തന്നെ ആങ്കറാണ്, ആക്ടറാണ് തനൂജ് മേനോൻ. നമ്മുടെ സി കേരളം അല്ലെങ്കിൽ സി കേരളത്തിലൊക്കെ സീരിയൽ ആക്ടറായിട്ടും ആങ്കറൊക്കെ ആയിട്ടുള്ള നമ്മുടെ തനൂജ് മേനോനാണ്. ഇവരുടെയൊക്കെ ഫോട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ആൾക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു യങ് ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തത് മുൻ സീസണുകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 1 ശേഷം ഈ ഒരു പേര് നല്ല രീതിയിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. നമ്മുടെ ഒരു സീനിയർ ആക്ട്രസ് കൂടിയായിട്ടുള്ള രേഖ രതീഷ്. സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ്. അപ്പം കഴിഞ്ഞ സീസണിലും നല്ലൊരു ശതമാനം ഉറപ്പും പറഞ്ഞിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു രേഖ രതീഷ്. സീസണിലേക്ക് വൈൽഡ് കാർഡ് സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റർ ചെയ്യാനുള്ള സാധ്യതകളെ പറ്റി. ബട്ട് അവസാന നിമിഷം എത്തിയിട്ടില്ല. ഈ ഒരു സീസണിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് രേഖ രതീഷ് സീസൺ 8 കാണാനുള്ള സാധ്യതകളെ പറ്റി. ഒരു BB മെറ്റീരിയലൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എനിവേസ് നമുക്ക് അടുത്ത ആരാണെന്ന് നോക്കാം. ഇനി പറയുന്നത് വേറെ ആരുമല്ല, ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റുപോയ നമ്മുടെ അഞ്ജലി നായർ ആണ്. അപ്പം സിനി ആക്ട്രസ് കൂടിയായിട്ടുള്ള അഞ്ജലി നായർ
ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹൈപ്പിലും സോഷ്യൽ മീഡിയ ചർച്ചകളിലും കോൺട്രാവേഴ്സികളിലും ഒക്കെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് മലയാളത്തിലേക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഇനി പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്നത് അത്ര പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. ആളെ സംബന്ധിച്ച് ബിഗ് ബോസ് ഒന്നല്ല 2 സീസണുകൾ അല്ലെങ്കിൽ 2 ഭാഷകളിലുള്ള ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഐഷ സീനത്ത്. ആള് മലയാളി കൂടിയാണ്. എന്നാൽ തമിഴ് ആക്ട്രസ് ആണ്, അതുപോലെ സീരിയൽ സിനി ആക്ട്രസ് ആണ്, ആങ്കർ ആണ്, മോഡലാണ്, അങ്ങനെ എല്ലാ മേഖലകളിലും നിന്നുകൊണ്ടിരിക്കുന്ന ഐഷ സീനത്ത് ബിഗ് ബോസ് തമിഴ് സീസൺ 6 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് തെലുങ്കു സീസൺ 9 ഉണ്ടായിരുന്നു. എന്തോ ഹെൽത്ത് ഇഷ്യൂ കാരണം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ തമിഴ് സീസണെ സംബന്ധിച്ച് അറൌണ്ട് 64 ഡേയ്സ് എന്തോ തമിഴ് സീസണിൽ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ മറ്റു പല ഭാഷകളിലും പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ഒക്കെ എല്ലാ ബിഗ് ബോസുകളിലും മാറി മാറി നടന്ന് പങ്കെടുക്കുന്നത് ഉള്ളത് കൊണ്ടും അങ്ങനെ ഒരു ട്രെൻഡ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് കൊണ്ടും സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ആ ഒരു സീസണിലെ ജിസേൽ തക്രാൽ നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്ക് ഹിന്ദി സീസൺ 9 ഉണ്ടായിരുന്ന ജിസേൽ നമ്മുടെ ഒരു സീസണിലേക്ക് എത്തിയതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് തമിഴിലും അതുപോലെ തന്നെ ബിഗ് ബോസ് തെലുങ്കിലും ഉണ്ടായിരുന്ന ഐഷ സീനത്തിനെയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനുള്ള സാധ്യതകൾ. എനിവേസ് നമുക്ക് നോക്കാം, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്തത് ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ സീസൺ മുതൽ പറയുന്ന ഒരു പേരാണ്, മെയിൻ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ലിസ്റ്റിലും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വളരെ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു പേരാണ്. അതുപോലെ വൈൽഡ് കാർഡ് വന്നിരുന്ന സമയത്ത് നമ്മൾ സാധ്യത കൽപ്പിച്ചൊരു പേരാണ് നമ്മുടെ ഉപ്പും മുളകും അല്ലെന്നുണ്ടെങ്കിൽ തട്ടിയും മുട്ടിയും ഫെയിം സിദ്ധാർത്ഥ് പ്രഭു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർ ആക്സിഡന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സികളിലും കാര്യങ്ങളിലും ഒക്കെ ആള് ഉൾപ്പെട്ടിരുന്നു. ബട്ട് സ്റ്റിൽ ആളുടെ പേര് ഇപ്പോഴും ഈ ഒരു സീസണിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ കേട്ടതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷം എന്തോ ആണ് തള്ളിപ്പോയതെന്നാണ് കേൾക്കുന്നത്. എനിവേസ് നമുക്ക് ഈ ഒരു സീസണിൽ ആൾക്ക് എന്താ പറയുന്ന സാധ്യതകൾ നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ ഉപ്പും മുളകും അതുപോലെ തന്നെ തട്ടിയും മുട്ടിയും സീരിയലുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ആളും ബിഗ് ബോസ് മലയാളം സീസണിലേക്ക് കാണുമെന്ന് പറയുന്നുണ്ട്. അടുത്ത അധികം മുഖപരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ പേരാണ് എഞ്ചൽ ബേബി അശ്വതി. ആക്ട്രസും ആങ്കറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അധികം പരിചിതമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ അധികം ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ടുപരിചയമെങ്കിലും കാണും. എന്നാൽ പോലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 സാധ്യതകൾ പറയുന്നുണ്ട്. ഒരു യങ് ആക്ട്രസ് അല്ലെന്നുണ്ടെങ്കിൽ യങ് ആങ്കർ TV ആർട്ടിസ്റ്റ് എന്ന ആ ഒരു കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് നോക്കാം. അടുത്തത് പറയുന്നത് നമ്മുടെ സീസൺ 1 മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്, വേറെ ആരുമല്ല നമ്മുടെ സീരിയൽ ആക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ആക്ടർ കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് എപ്പോഴും ക്ഷണം കിട്ടുന്ന നമ്മുടെ സാജൻ സൂര്യയാണ്. ആൾക്ക് പല ബിഗ് ബോസ് സീസണുകളിലും വിളി വന്നിട്ടുണ്ട്. സീരിയൽ തിരക്കുകൾ കാരണം ആൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ആള് പല ഇന്റർവ്യൂകളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സീസണിലേക്ക് ഒരു നല്ലൊരു സാധ്യതയുണ്ട്. ലാസ്റ്റ് സീരിയലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ആളിങ്ങനെ ഇരിക്കുകയാണ്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആളുടെ ഒരു പ്രസൻസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എനിവേസ് നമുക്ക് നോക്കാം. ഒരു സീനിയർ ആക്ടറാണ്. അതുപോലെ തന്നെ പണ്ട് മുതൽ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ പല ചാനലുകളിലെയും സീരിയലുകളിലും അതുപോലെ പല സിനിമകളിലും ഒക്കെ തല കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേസ് ഒരു ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സീനിയർ ആക്ടർ ആയിട്ട് ബിഗ് ബോസിലേക്ക് സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ അടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്, ആള് ബിഗ് ബോസിലേക്ക് വരുമെന്നൊക്കെ. വേറെ ആരുമല്ല, നമുക്ക് ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രേവതിയാണ്. ആള് ഈ ഒരു സീസണിൽ കാണുമെന്നുള്ള ഒരു ന്യൂസൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്നുണ്ട്. മേ ബി എത്താതിരിക്കാം. മുൻ സീസണുകളിലും ആളുടെ പേരൊക്കെ നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും താല്പര്യമില്ല. ഒരു ആയുർവേദ ഡോക്ടർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രേവതി എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ ബി ബിഗ് ബോസിന്റെ ടീമും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുപോലെ ഒരു ക്ഷണം വന്നു കഴിഞ്ഞാൽ രേവതിയാണെന്നുണ്ടെങ്കിലും സ്വീകരിക്കുമെന്ന് തോന്നുന്നു. റിവ്യൂ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കുമോ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ നമുക്ക് നോക്കാം. എനിവേസ് ആളുടെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 11 പേരുകളാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കുറച്ച് പേരുകൾ കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ആളുടെ പേരുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള പല ആൾക്കാരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇനി സീസൺ തുടങ്ങുന്നത് വരെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. എനിവേസ് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ പറഞ്ഞ 11 പേരിൽ നിങ്ങൾ ആര് ബിഗ് ബോസിലേക്ക് വരണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യം, അതുപോലെ തന്നെ ആരെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ ഇനി വേറെ മറ്റാരെങ്കിലും ഒക്കെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.